ശ്രുതി. കാളിദാസ്, അതുപോലെ തന്നെ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ വരുമ്പോഴും ഈ യാത്രയിൽ നിന്ന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഈ 4 പേരെ കാണാതായി എന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്ന് ഊർജിതമായ തെരച്ചിൽ ശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ബിഷ്ണുപൂറിൽ ആദ്യം നമുക്ക് കിട്ടിയ വിവരം ഈ PTI ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബിഷ്ണുപൂർ ജില്ലയിൽ 4 പേർ PTI റിപ്പോർട്ട് ചെയ്തത് ഇഞ്ചി വിളവെടുപ്പിന് പോയ 4 പേരെയാണ് ആദ്യം കാണാതായത്. അതേപോലെ തന്നെ ഇത് കൃത്യമായി പറയുമ്പോൾ തൗബാൽ ജില്ലയിലെ വാങ്ക് എന്ന പ്രദേശത്തും കുംബി ബിഷ്ണുപൂർ ജില്ലയിലെ കുംബിക്കും തൗബാൽ ജില്ലയിലെ വാങ്കുവിനും ഇടയിലുള്ള സ്ഥലത്ത് നിന്നാണ് ഈ 4 പേരെ കാണാതായത്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മെയ്തേയി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് കാണാതായി പോയത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ജനങ്ങളാകെ പരിഭ്രാന്തരായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ളൊരു സംഘർഷ മേഖല ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ മെയ്തേയി കുക്കി വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു സംഘർഷം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുംബി മണ്ഡലത്തിൽ ബിഷ്ണുപൂർ ചുരാച്ചന്ദ് ജില്ലയോട് ചേർന്നുള്ള കുന്നുകൾക്കിടയിലായിട്ട് കൃത്യമായ ഒരു കുന്നുകൾ നിറഞ്ഞതാണ് ആ പ്രദേശം. ചുരാചന്ദ്പൂർ ബിഷ്ണുപൂർ ജില്ലയിൽ കുന്നുകൾക്ക് സമീപത്തായി വീണ്ടും വിറകെടുക്കാൻ പോയൊരു 4 പേരെയും കാണാതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ വീണ്ടും സംഘർഷം ഉയരാനുള്ള കാരണം. ഡിസംബർ 30 മുതൽ ഒരു കലാപഭൂമിക്ക് ആക്കം കൂട്ടുകയാണ് മണിപ്പൂർ, അല്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു കലാപഭൂമി ആവാനുള്ള തരത്തിലാണ് ഡിസംബർ 30 മുതൽ ജനുവരി 2-നാണ് വീണ്ടും അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായത്. അതിനുശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കർശനമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ഞായറാഴ്ച ഇൻഡോ മ്യാൻമർ അതിർത്തിയിലുള്ള മോറെ പട്ടണത്തിൽ ഒരു വൻ വെടിവെപ്പ് നടന്നിരുന്നു. അതിൽ തന്നെ 7 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. 4 മണിപ്പൂർ പോലീസ് ഉദ്യോഗസ്ഥർക്കും 3 BSF ഉദ്യോഗസ്ഥർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ കൂടുതൽ ചികിത്സയ്ക്കായി ശുശ്രൂഷയ്ക്കായി ഇംഫാലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അവിടെ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡോ മ്യാൻമർ അതിർത്തി എന്ന് പറഞ്ഞത് നുഴഞ്ഞുകയറ്റം ഉണ്ടാവാൻ ഏറെ സാധ്യതയുള്ള പട്ടണം തന്നെയാണ്. മ്യാൻമർ അതിർത്തിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ കടന്നു വരുന്നത് എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കൃത്യമായ സത്യാവസ്ഥ എന്ന് അറിയത്തില്ല. പക്ഷേ ഇതിന് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ആ വിഭാഗങ്ങൾ വീണ്ടും സംഘർഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും വെടിവെപ്പ് ഉണ്ടാവാൻ ഇനിയും സാധ്യതയുണ്ട്. ഇനി എങ്ങനെ മണിപ്പൂർ സർക്കാർ ഇതിനെ നേരിടും? അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ ഒരു ഭാരത് ജോഡോ ന്യായ് യാത്ര 14-ന് തന്നെ ആരംഭിക്കും എന്ന തരത്തിലും പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാണാതെ 4 പേർ